ഹായ് ഗൈസ്. അപ്പോൾ കുറച്ച് ദിവസമായിട്ട് വീഡിയോസ് ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്ന് എന്താണ് പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് പർച്ചേസിനോട് ഇറങ്ങണം ബ്രോഡ്വേയിൽ. കല്യാണം പരിപാടിയൊക്കെയാണല്ലോ. അപ്പോൾ പർച്ചേസിനോടാണ് ഇറങ്ങുന്നത് ബ്രോഡ്വേയിൽ. ബാക്കി നമുക്ക് അവിടെ ചെന്നിട്ട് കാണാം. ആസ് യൂഷ്വലി നമ്മുടെ തോപ്പുംപടി പാലം അത് വേറെ ഫീൽ തന്നെയാണല്ലോ. പക്ഷേ വീടെടുക്കാൻ മാത്രമല്ല കേട്ടോ, ഈ മഴക്കാറും ക്ലൗഡൊക്കെ വരുമ്പോണ്ടല്ലോ ഒരു പ്രത്യേകതയുടെ ഭംഗിയുണ്ട്. കണ്ട എന്ത് രസം നോക്കി. അതിപ്പോൾ വീഡിയോയിൽ പറയണ പോലെയല്ല, അത് നേരിട്ട് കണ്ട് എക്സ്പ്ലോർ ചെയ്യേണ്ട ഒരു സംഭവം തന്നെ ഉണ്ടോ. സെറ്റ് സാധനമായിരിക്കും. ഞാൻ നമ്മ ഭഗവതിയിലെത്തിയിട്ടാ. ഭഗവതിയിലെത്തിയിട്ട് വേറെ പരിപാടിയൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മൾ വെക്കം തന്നെ സംഭവം പർച്ചേസ് ഔട്ട് ചെയ്തിട്ട് ഇറങ്ങാനുള്ള ഒരു മെൻറ്റാലിറ്റി ആയിരുന്നു. കാരണം മഴ ഇപ്പോൾ പെയ്യുമെന്ന് വിചാരിച്ചുകൊണ്ട് ആ ഒരു സിറ്റുവേഷനിലായിരുന്നു. അങ്ങനെ അമ്മ ഭഗവതിയിൽ നിന്ന് ഇങ്ങനെ സാധനമൊക്കെ പർച്ചേസ് ചെയ്ത് ബില്ലൊക്കെ ചെയ്ത് അവിടെ നിന്ന് അവൻ നൈസായിട്ട് ഇറങ്ങി. അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ ഞാൻ ഉഷി പറഞ്ഞു നമുക്ക് ആ റോഡ് തെരുവിലും കൂടെ ഒന്ന് നോക്കാട്ടെന്ന് വെച്ചു. പിന്നെ ശരി നമുക്ക് നോക്കാമെന്ന് പറഞ്ഞ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി. പക്ഷേ അറിയാലോ, ബ്രോഡ്വേയിൽ വണ്ടിയും കൊണ്ട് കയറി കഴിഞ്ഞാൽ പിന്നെന്തോ ക്യാറ്റ് ആൻഡ് മൗസ് കളിക്കുന്ന സെറ്റപ്പാണ്. കാരണം അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ഇങ്ങനെ വണ്ടീൻ്റെ ഹോണടി സഹിക്കാൻ പറ്റില്ല. നമ്മ അങ്ങനെ അവിടെ ഒരു കടയിലെത്തി. നമ്മ ചെന്നതിനപ്പോൾ തിരക്കുകളൊന്നും ഉണ്ടായില്ല. കാരണം അവിടെ 6 മണിക്കൊക്കെ ശേഷം പുറത്തിട്ട് നൈസായിട്ട് വിൽക്കാൻ തുടങ്ങണവർ. അവിടെ ചെന്നപ്പോൾ ആൾക്കൂട്ടം കണ്ടില്ലേ. അവിടെ വെറും 100 രൂപയ്ക്കൊക്കെയാണ് ഒരു ഡ്രസ്സ് കിട്ടണം. അതായത് ഈ പാവങ്ങൾക്കൊക്കെ നല്ല സിമ്പിളായിട്ട് പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന റേറ്റ്. നമ്മളിപ്പോൾ ഇവിടെ വന്നേക്കണ ലാപ്പി ബ്രോഡ്വേയിലല്ലേ. ലാപ്പി ഞാനും ലാലാപ്പിയും നൗഷിയും കൂടെ ബ്രോഡ്വേയിൽ ഡ്രസ്സ് എടുക്കാൻ വന്നേക്കുന്നുണ്ട് അല്ലേ ലാലാപ്പി? അവൻ്റെ പുറകിലാണ് ലാലാപ്പി. ഇവിടെ എല്ലാം കാണാം. ഇവിടെ 100 രൂപക്കാണ്ട ഡ്രസ്സൊക്കെ വിൽക്കണം. അപ്പം നൗഷി കണ്ടപ്പോൾ തന്നെ ചാടി ഇറങ്ങി. 100 രൂപക്ക് ഒരു 10-15 ഡ്രസ്സ് എടുക്കാമെന്ന് പറഞ്ഞിട്ട് ഇറങ്ങിയേക്കുന്നുണ്ടാ. അതേ സൈഡിലൂടെ ജെൻസിനും ഉണ്ട്. ജെൻസിനും വലിയ ആൾക്കാരൊന്നുമില്ല. തിരക്കുണ്ട് കേട്ടോ അത്യാവശ്യം. കുറഞ്ഞ വിലക്ക് ജീൻസ് അല്ലേ? എല്ലാ കടകളും ആദായ വിൽപ്പന ഉണ്ടോ? എല്ലാ കടകളും ബ്രോഡ്വേനകത്ത് കുറച്ചുകൂടെ കയറി എവിടാ എല്ലാ ലോക്കലാക്കല്ലേ നീ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമുക്കൊന്നും മേത്ര ബസാരിക്കാനുള്ള ആവശ്യമുണ്ടായിരുന്നു. കാരണം ലാലാപ്പി കുറച്ച് ടോയ്സും അങ്ങനെ അല്ലറ ചില്ലറ സാധനം വാങ്ങാനുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത പരിപാടിയൊക്കെ ഇത് ഫുഡ് അടിയാണ്. എറണാകുളം നല്ല ബെസ്റ്റ് ഹോട്ടലാണ് കയറിയത്, റഹ്മാനിയ എന്ന് പറഞ്ഞിട്ട്. പിന്നെ ലാലാപ്പി അവിടെ കിടന്ന് ഇങ്ങനെ കുറച്ച് ആജ്ഞകളൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം കേട്ടോ. ഭക്ഷണം കിട്ടാത്തതിൻ്റെ രോദനം. ലാലപ്പിക്ക് എന്താ വേണ്ട? ജ്യൂസാ? എത്ര വേണം? നാനിയാ? ഒടുവിൽ നിരന്തരമുള്ള ലാലാപ്പിന്റെ സമരത്തിൽ അവര് വീണ് ഭക്ഷണം വെക്കാൻ തന്നെ എത്തിച്ചത് ലാലാപ്പിന്റെ ഒരു പവറേ. അങ്ങനെ ഞാൻ ഒരു ചിക്കൻ ബിരിയാണി കഴിച്ചത്, നൗഷി ഒരു സ്പൈസി അൽഫാം, സോറി ചീസി അൽഫാം. ലാലാപ്പിൻ്റെ ഒരു ടെസ്റ്റ് ഉണ്ട്, അതിപ്പോൾ കാണിച്ചു തരാം കേട്ടോ. അല്ലേ നൗഷി ചിക്കൻ ബിരിയാണി കഴിക്കില്ല, കാരണം അന്ന് ഇതുപോലെ വന്നിട്ടുള്ള ബാക്കിയാക്കിയാണ്. സോ അതുകൊണ്ട് അൽഫാം പറഞ്ഞു. ഞാനൊന്നും നോക്കിയില്ല, നല്ല വിശപ്പായിരുന്നു. അപ്പോൾ നമ്മൾ കഴിക്കലൊക്കെ തുടങ്ങി. അങ്ങനെ ഈ കച്ചമ്പറും പുളിങ്കറിയും ഇറച്ചിയൊക്കെ വെച്ചിട്ട് ഒരു പിടി. എൻ്റെ സാറേ, എൻ്റെ പൊന്നോ, വിശന്നിരിക്കുമ്പോൾ പെട്ടെന്ന് ഇങ്ങനെ ബിരിയാണിയൊക്കെ ഇറങ്ങുന്ന ഒരു സാധനം ഉണ്ടല്ലോ, അതൊരു വേറെ ലെവൽ തന്നെയാണ് കേട്ടോ. അൽഫാം കഴിക്കടി. അങ്ങനെ നൗഷിയും കഴിച്ചിട്ടാ. നൗഷിക്കും വളരെയായിട്ട് ഇഷ്ടപ്പെട്ട്. നമുക്ക് അവിടെ കയറുമ്പോൾ തന്നെ ഒരു സമാധാനം, കാരണം നല്ലൊരു നീറ്റ് ഹോട്ടലാണ്. സോ അവിടെ അങ്ങനെ ഇരുന്നു എൻജോയ് ചെയ്ത് കഴിച്ചു. ലാലാപ്പിയും ഹാപ്പി, നമ്മളും ഹാപ്പി. അങ്ങനെ നമ്മുടെ ഇന്നത്തെ പർച്ചേസിങ് കഴിഞ്ഞ് അല്ലേ നൗഷി? എങ്ങനെയുണ്ടായിരുന്നു ഇന്നത്തെ പർച്ചേസിങ്?
അതിനകത്ത് എങ്ങനെ ഉണ്ടായിരുന്നു? പിന്നെ ബാക്കി പരിപാടി വീട്ടിലേക്കാണ്. അതിന് എന്തെങ്കിലുമൊക്കെ ഒരു ചെറിയ എന്തെങ്കിലും സ്നാക്ക് കഴിക്കണമെന്നുണ്ട്. ബാക്കി അടുത്താവാം അല്ലേ? ഓക്കെ, മൂവായിട്ട് കൊടുത്തു. ബിരിയാണി കഴിച്ചിട്ടാ? നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ബിരിയാണി. എന്ത് ബിരിയാണി? നൗഷിക്ക് ബിരിയാണി പാർസലാണ്. പോണ വഴിക്കുണ്ടല്ലോ നമ്മൾ ഈ ലൈറ്റ് കണ്ടിട്ടോ. നമ്മൾ കുറേ നാളത്തെ ആഗ്രഹമാണ് നമ്മുടെ റൂമിൽ ഇങ്ങനത്തെ ഒരു LED ലൈറ്റ് വെക്കണമെന്ന്. കല്യാണം കഴിയുന്ന സമയത്ത് നമ്മൾ പ്ലാൻ ചെയ്തതാണ്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇത് വിട്ടുപോകും. അങ്ങനെ ഒന്നും നോക്കിയില്ല. ഈ പ്രശ്നം നമ്മൾ രണ്ടും കൽപ്പിച്ച് നമ്മത് വാങ്ങിച്ച്. കാരണം കാണിച്ചു തരാം കേട്ടോ. അല്ല ചിരിച്ചേ. അപ്പൊ ഏകദേശം നമ്മുടെ LED ലൈറ്റിന്റെ വർക്ക് ഇത്ര ആയിട്ടുണ്ട്. പിന്നെ കുറച്ചും കൂടെ ആ സൈഡിലൊക്കെ ഒന്ന് ടച്ച് ചെയ്യാനുണ്ട്. അപ്പൊ ഏകദേശം നമ്മ ഒരു നല്ല ലെവലാക്കി വെച്ചിട്ടുണ്ട്. ഇനി ലെവലും കൂടെ ഒന്ന് കംപ്ലീറ്റ് ചെയ്യണം. അപ്പോൾ വെറുതെ ഇരിക്കുമ്പോൾ വീടൊക്കെ ഒന്ന് ഇങ്ങനെ റൂമൊക്കെ ഒന്ന് സെറ്റാക്കിയൊക്കെ എടുക്കുമ്പോൾ കുറച്ചും കൂടെ നല്ലൊരു മെൻറ്റാലിറ്റി ഒക്കെ ആവും. അപ്പോൾ എല്ലാവരും ഇങ്ങനെ തന്നെ കീപ്പ് ചെയ്യും. ഇതെല്ലാം ചെയ്തേക്കുന്ന നൗഷിയാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെയൊക്കെ ട്രൈ ചെയ്യുന്നവരാണെങ്കിൽ ചുമ്മാ ചെയ്യാവുന്നുള്ളൂ. ഇതൊന്ന് സെറ്റ് ചെയ്ത് നോക്കട്ടെ എല്ലാവരും. നൈസായിരിക്കും. ഈ റീലും വീഡിയോ ഒക്കെ ചെയ്യണവർക്ക് ഇത് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. അത് ആ ചെയ്യണവർക്ക് ഏകദേശം മനസ്സിലായി കാണും.